ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം. മൈത്രേയ ഉവാച. ഇത്യേജേനാനുനീതേന ഭവേന പരിതുഷ്യത അഭ്യതായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. മൈത്രേയർ പറഞ്ഞു, ഹേ പരാക്രമശാലിയായ വിതുര, ബ്രഹ്മാവ് ഈ വിധം സമാധാനിപ്പിച്ചപ്പോൾ സന്തുഷ്ടനായ ശ്രീശിവൻ മന്ദഹാസപൂർവം കേട്ടാലും എന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു. ശ്രീരുദ്ര ഉവാച. നാഗം പ്രജേശ ബാലാനാം വർണ്ണയേനാനുചിന്തയേ ദേവമായാഭിഭൂതാനാം ദണ്ഡസ്തത്ര ധൃതോമയാ. ശ്രീരുദ്രൻ അരുളി ചെയ്തു, ഹേ പ്രജകളുടെ ഈശ്വര, ശ്രീ വിഷ്ണുമായയാൽ മോഹിതന്മാരായതിനാൽ കർത്തവ്യബോധമില്ലാത്തതായി ഭവിച്ച ദക്ഷൻ മുതലായവരുടെ പാപകർമ്മത്തെ ഞാൻ വർണ്ണിക്കുവാൻ ഭാവിക്കുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമില്ല. അവർ അപരാധം ചെയ്തതിനാൽ അതിനുചിതമായ ശിക്ഷ അവരിൽ ഏൽപ്പിച്ചുവെന്ന് മാത്രമേയുള്ളൂ. ലോകമര്യാദയെ നിലനിർത്തേണ്ടതിനായി കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതാണല്ലോ. അപരാധത്തിന് ശിക്ഷയില്ലെന്ന് കണ്ടാൽ സർവരും മര്യാദയെ അതിക്രമിക്കും. അതുകൂടാതെ കഴിപ്പാനായിട്ട് അവരെ ശിക്ഷിച്ചു. പ്രജാപതിർദഗ്ധശീർഷണോ ഭവത്വജമുഖം ശിരഃ മിത്രസ്യ ചക്ഷുഷേ ക്ഷേദ ഭാഗം സ്വംബർഹിഷോ ഭഗഃ. ദക്ഷ പ്രജാപതിയുടെ ശിരസ് ദഹിച്ചു പോയതുകൊണ്ട് തൽസ്ഥാനത്തിൽ ആടിൻ്റെ ശിരസിനെ യോജിപ്പിച്ചാലും ഭഗൻ്റെ ഹവിർഭാഗത്തെ മിത്രദേവൻ്റെ നേത്രത്തിൽ കൂടെ ഭഗൻ കണ്ടുകൊള്ളട്ടെ. അജമുഖമായി ഭവിക്കട്ടെ എന്ന് ദക്ഷനെ നന്ദീശ്വരൻ ശപിച്ചിരിക്കയാൽ ആ ശാപത്തെ ബലിപ്പിക്കുവാനും ശിവൻ്റെ നേർക്കു ചെയ്തതായ അപരാധത്തിൻ്റെ ബലത്തെ നിത്യം ഓർമ്മ വയ്ക്കുവാനും ഉപകരിക്കുന്ന വിധത്തിൽ ദക്ഷനെ അനുഗ്രഹിച്ചു. ഭഗൻ്റെ നേത്രം നശിച്ചുവെങ്കിലും മിത്രദേവൻ്റെ നേത്രത്തിൽ കൂടെ ഭഗന് കാഴ്ചയുണ്ടാവും എന്നനുഗ്രഹിച്ചതിനാൽ ശിവനിന്ദാബലം എന്നേക്കും ഭഗനും ഓർമ്മയുണ്ടാകണം. പൂഷാദു യജമാനസ്യ ദദ്ഭിർജക്ഷതു പിഷ്ടഭുക് ദേവാ പ്രകൃത സർവാംഗ ഏമ ഉച്ചേഷണം തതുഹു. യജമാനൻ്റെ ദന്തങ്ങൾ കൊണ്ട് ഭക്ഷിക്കുന്നതിനാൽ തന്നെ പൂഷാവിന് ഭക്ഷണജന്യമായ തൃപ്തി സംഭവിക്കട്ടെ. അല്ലെങ്കിൽ അരച്ചുണ്ടാക്കിയ മൃദുവായ ഭക്ഷണത്തെ അലിയിച്ചു ഭക്ഷിക്കുന്ന സ്വഭാവമുള്ളവനായി ഭവിക്കട്ടെ. ദേവന്മാരുടെ അവയവങ്ങൾക്കുണ്ടായ ദോഷങ്ങളെല്ലാം തീർന്നു പൂർണ്ണാവയവന്മാരായി ഭവിക്കട്ടെ. യാഗത്തിൽ ശേഷിച്ചതെല്ലാം അവരെനിക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നുവല്ലോ. ബാഹുഭ്യാം അശ്വിനോ പൂഷ്ണോ ഹസ്താഭ്യാം കൃതബാഹവഃ ഭവന്ത്വദ്വര്യവശ്ചാന്യേ ബസ്തശ്മശ്രുർഭൃഗുർവവേത്. കൈമുട്ടിൻ്റെ മേൽഭാഗം ബാഹു, അതിൻ്റെ അധോഭാഗം ഹസ്തം. അദ്വര്യുക്കളുടെ തകർന്ന കൈകളിൽ മുട്ടിൻ്റെ മേൽഭാഗങ്ങൾ കൊണ്ടുള്ള പ്രയോജനം അശ്വികളുടെ ബാഹുക്കൾ കൊണ്ടും ഹസ്തങ്ങൾ കൊണ്ടുള്ള പ്രയോജനം പൂഷാവിൻ്റെ ഹസ്തങ്ങൾ കൊണ്ടും സിദ്ധിക്കട്ടെ. ഭൃഗുവിൻ്റെ മുഖരോമസ്ഥാനത്തിൽ ആടിൻ്റെ മുഖരോമം സമർപ്പിക്കട്ടെ. മൈത്രേയ ഉവാച. തഥാ സർവാണി ഭൂതാനി ശ്രുത്വാ മീഡുഷ്ടമോദിതം പരിതുഷ്ടാത്മഭിസ്താദ സാധു സാദിത്യതാ ബ്രുവൻ. മൈത്രേയർ പറഞ്ഞു, അല്ലയോ വത്സ വിതുര, നമസ്കരിക്കുന്നവരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ശ്രീ ശിവൻ അരുളി ചെയ്തതിനെ കേട്ടപ്പോൾ എല്ലാവരും സന്തോഷപൂർവം അപ്പോൾ തന്നെ സാധുവാദം ചെയ്തു. തതോ മീഡ്വാം സമാമന്ത്ര്യ ശുനാസീര സഹിർഷിഭിഃ ഭൂയസ്തദ്ദേവയജനം സമീഡ്വദ്വേദസോയയുഃ. ബ്രഹ്മാവ്, ശിവൻ, ഋഷികൾ ഇവരോടൊരുമിച്ച് ഇന്ദ്രാദിദേവന്മാർ ദക്ഷൻ്റെ യാഗശാലയെ രണ്ടാമതും പ്രാപിച്ചു. വിദായ കാൽസന്യേന ച തദ്യദാഹ ഭഗവാൻ ഭവഃ സംദദു കസ്യ കായേന സവനീയ പശോശിരഃ സംദീയമാനേ ശിരസി ദക്ഷോ രുദ്രാവിവീക്ഷിതഃ സദ്യ സുപ്തൈവോത്തസ്തോ ദദൃശേച്ചാഗ്രതോ മൃഡം. ഉടനെ ഇന്ദ്രാദിദേവന്മാർ ശ്രീശിവൻ അരുളി ചെയ്തതനുസരിച്ച് സകലവും ചെയ്ത ശേഷം യജിപ്പാനായി തയ്യാറാക്കിയ പശുവിൻ്റെ ശിരസിനെ ദക്ഷൻ്റെ ശരീരത്തോടുകൂടെ യോജിപ്പിച്ച സമയം ശ്രീശിവൻ കരുണയോടുകൂടെ കടാക്ഷിച്ചതിനാൽ ഉറങ്ങിക്കിടന്നവൻ എന്ന പോലെ യാതൊരു ക്ലേശവും കൂടാതെ ദക്ഷൻ എഴുന്നേറ്റു. മുൻഭാഗത്തിൽ തന്നെ രക്ഷിച്ച ദേവനെ കാണുകയും ചെയ്തു. തഥാ വൃഷധ്വജദ്വേഷകലിലാത്മന പ്രജാപതിഃ ശിവലോകാദഭവത് ശരത്ഹൃദ ഇവാമലഃ. ശ്രീ ശിവനിൽ ദ്വേഷമുണ്ടായിരുന്നതിനാൽ അശുദ്ധമായിരുന്ന അന്ധകരണത്തോട് കൂടിയവനായിരുന്നുവെങ്കിലും
ഇപ്പോൾ ശ്രീ ശിവൻ്റെ കാരുണ്യപൂർവമായ കടാക്ഷം ലഭിച്ചതുകൊണ്ട് വർഷകാലത്തിൽ കലങ്ങിമറിഞ്ഞ ജലത്തോടുകൂടിയ ഹ്രദം ശരത്കാലത്തിലെന്ന പോലെ ദക്ഷൻ സുപ്രസന്നനായി ഭവിച്ചു. ഭവസ്തവായ കൃതധീർ നാശഗ്നോദനുരാഗതഃ ഔത്കണ്ഠ്യാത് ബാഷ്പകലയാ സംപരേതാം സുതാം സ്മരൻ. മുൻഭാഗത്ത് കരുണാകടാക്ഷം ചെയ്തു നിൽക്കുന്ന ശ്രീ ശിവനെ കണ്ടപ്പോൾ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യണമെന്നുള്ള വിചാരമാണ് ദക്ഷനുണ്ടായത്. എങ്കിലും ഉടനെ സ്തുതിപ്പാൻ ശക്തനായില്ല. എന്തുകൊണ്ടെന്നാൽ അപരാധിയായ തന്നെ അനുഗ്രഹിച്ച ഭഗവാന്റെ പേരിൽ വർദ്ധിച്ചു വന്ന ഭക്തിയാലും തൻ്റെ ദേഹാഭിമാനം നിമിത്തം മൃതയായ പുത്രിയെക്കുറിച്ചുണ്ടായ ദുഃഖാധിക്യത്താലും നേത്രത്തിൽ ജലം നിറഞ്ഞതിനാൽ കണ്ഠം സ്തംഭിച്ചുപോയി, ഉച്ചരിപ്പാൻ സാധിച്ചില്ല. കൃച്ഛ്രാസംസ്തഭ്യജ മനഃ പ്രേമവിഹ്വലിതസുധീഹി ശശംസ നിർവെളീകേന ഭാവേനേശം പ്രജാപതിഹി. പ്രേമാധിക്യത്താൽ വ്യാകുലനായെങ്കിലും ദക്ഷൻ്റെ ബുദ്ധി പരിശുദ്ധമായി ഭവിച്ചതുകൊണ്ട് പ്രയാസപ്പെട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി തീർത്ത ശേഷം നിഷ്കപടഭാവത്തോടുകൂടെ ഈശ്വരൻ്റെ മഹിമയെപ്പറ്റി പറയുവാൻ തുടങ്ങി. ദക്ഷോവാച ഭൂയാനനുഗ്രഹ അഹോബദാ കൃതോ മേ ദണ്ഡസ്തുയാമയി വൃതോ യദഭിപ്രലബ്ധഃ ന ബ്രഹ്മബന്ധുഷു ജുവാം ഭഗവന്നവജ്ഞ തുഭ്യം ഹരേശ്ച കുതയേവ ധൃതവ്രതേഷു. ദക്ഷൻ പറഞ്ഞു, ഹേ ഭഗവൻ, മരീച്യാദി പ്രജാപതികളുടെ യാഗസദസ്സിൽ വെച്ച് ഞാൻ അങ്ങയെ അത്യധികം നിന്ദിച്ചുവെങ്കിലും അങ്ങ് എന്നിൽ മഹത്തായ അനുഗ്രഹത്തെ സൂചിപ്പിച്ചു. അപരാധികളെയും അനുഗ്രഹിക്കുന്നതായ അവിടുത്തെ ഈ സ്വഭാവം അത്യത്ഭുതവഹമായിരിക്കുന്നു. എന്നെ ഏതുവിധം അനുഗ്രഹിച്ചു എന്നാൽ അപരാധത്തിന് തക്കതായ ശിക്ഷ അപ്പോൾ തന്നെ ഭഗവാൻ എന്നിൽ ഏൽപ്പിച്ചുവല്ലോ, അതുതന്നെ അനുഗ്രഹം. അങ്ങനെ ശിക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മഹന്നിന്ദയുടെ ഫലമായിട്ട് നരകപാതാദി മഹാദുഃഖങ്ങളെയും സ്ഥാനഭ്രംശാദി ദോഷങ്ങളെയും ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ശിക്ഷ ഏൽപ്പിച്ചതിനാൽ ആ മഹാസങ്കടങ്ങളിൽ നിന്ന് ഞാൻ നിർമുക്തനായി. അങ്ങയ്ക്കും ശ്രീഹരിക്കും ബ്രാഹ്മണരിലുള്ള കാരുണ്യം നിരതിശയം തന്നെ. ബ്രാഹ്മണോചിത വ്യാപാരമില്ലാത്തവരായിരുന്നാലും നാമമാത്രത്താൽ ബ്രാഹ്മണരായിരിക്കുന്നവരെ കൂടെ നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കുന്നവരാകുന്നു. പിന്നെ എന്നെപ്പോലെ യാഗദീക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരെ ഉപേക്ഷിക്കുകയില്ലെന്ന് പ്രത്യേകം പറയണമോ? വിദ്യാതപോ വ്രതധരാൻ മുഖതസ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിദും പ്രഥമം ത്വമസ്രാക് തദ്ബ്രാഹ്മണാൻ പരമസർവവിഭത്സുപാസി പാലപ്പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡഃ. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെയും ആത്മാവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെയും ലോകത്തിൽ ഉപദേശദ്വാര നിലനിർത്തി രക്ഷിപ്പാനായിക്കൊണ്ട് തപസ്, ചിത്തൈകാഗ്രം, വ്രതാദികൾ ഇവയെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയെ പ്രാപിച്ച് ജ്ഞാനികളായി ഭവിപ്പാൻ സമർത്ഥന്മാരായ ബ്രാഹ്മണരെ ബ്രഹ്മാവായി ഭവിച്ച അങ്ങ് ആദ്യം മുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു. അതുകൊണ്ട് അവർക്ക് നേരിടുന്ന സർവാപത്തുകളിൽ നിന്നും പശുപാലൻ മാർഗം തെറ്റിപ്പോകുന്ന പശുക്കളെ ശിക്ഷിച്ചുകൊണ്ട് മാർഗത്തിൽ കൂടെ നടത്തി പരിപാലിക്കുന്ന വിധത്തിൽ യഥോചിത ദണ്ഡത്തെ ഏൽപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നു. കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ശിക്ഷ ചെയ്യുന്നതിനാൽ പിന്നെ ആവിധ കുറ്റങ്ങൾ ചെയ്യാതിരിപ്പാനുള്ള വിചാരം ഉറച്ചുവരും. അതിനുവേണ്ടി അപരാധത്തിനനുസരിച്ച് ദണ്ഡം ഏൽപ്പിക്കുന്നത് പരമാനുഗ്രഹമാകുന്നു. യോ സൗമയാ വിദിത തത്വദൃശാ സഭായാം ക്ഷിപ്തോ ദുരുക്തിവിശികൈരഗണയ്യ തന്മാം അർവാക്പദന്തമർഹത്തമനിന്ദയാപാദ് ദൃഷ്ട്യാർദ്രയാ സ ഭഗവാൻ സുഹൃതേന തുഷ്യേത്. സാമാന്യ ജനങ്ങളെ ഏകാന്തത്തിൽ നിന്ദിക്കുന്നത് തന്നെ ദോഷഹേതുവായിരിക്കെ മഹാപൂജ്യനായ യാതൊരുവിൻ്റെ തത്വത്തെ അറിയുവാനുള്ള യോഗ്യതയില്ലാതിരുന്ന എന്നാൽ ദുർവാക്കുകളാകുന്ന മൂർച്ചയേറിയ ബാണങ്ങൾ കൊണ്ട് മഹാസദസ്സിൽ വെച്ച് നിന്ദിക്കപ്പെട്ട അങ്ങ് എൻ്റെ അപരാധത്തെ ഗണിക്കാതെ പരമകരുണാപൂർവകമായ കടാക്ഷത്താൽ നരകത്തിൽ പതിപ്പാൻ ഭാവിക്കുന്ന എന്നെ രക്ഷിച്ചുവോ? സർവൈശ്വര്യം നിറഞ്ഞിരിക്കുന്ന ആ അങ്ങയ്ക്ക് എന്ത് രൂപമായ ഉപകാരത്തെയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്തൊരു ഉപകാരമാണ് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? ഒരുവിധമായ ഉപകാരവും ചെയ്യുവാൻ ഞാൻ ശക്തനല്ല. എന്നിൽ നിന്ന് യാതൊന്നും അവിടത്തേക്ക് ആവശ്യവുമില്ല. നരകത്തിൽ വീഴുവാൻ ഭാവിക്കുന്നവനെ അതിൽ നിന്നും രക്ഷിച്ചതായ സ്വപ്രവൃത്തി തന്നെ അങ്ങയെ സന്തോഷിപ്പിക്കട്ടെ. മൈത്രേയ ഉവാച ക്ഷമാപ്യൈവം സമീഡ്വാംസം ബ്രഹ്മണാ ചാനുമന്ത്രിതഃ
കർമ്മസന്ധാനയാമാസ സോപാധ്യായർത്തികഗ്നിഭിः. മൈത്രേയർ പറഞ്ഞു, കൃപാമൃതം വർഷിച്ച് തന്നെ സംരക്ഷിച്ച ഭഗവാനെ ഇപ്രകാരം പ്രാർത്ഥിച്ച് ക്ഷമായാചനം ചെയ്ത ദക്ഷനോട് മുടങ്ങിയ യാഗകർമ്മത്തെ പൂർത്തിയാക്കുവാൻ ആവശ്യമായ പരിശ്രമം ചെയ്യുവാൻ ബ്രഹ്മാവ് കൽപ്പിച്ചു. ഉടനെ ദക്ഷൻ ഉപാധ്യായനെയും ഋത്വിക്കുകളെയും വരിച്ച് അഗ്നിയെ ജ്വലിപ്പിച്ച് കർമ്മം നടത്തി. വൈഷ്ണവം യത്നസന്തത്യൈ ത്രികപാലം ദ്വിജോത്തമാഹ പുരോടാശം നിരവപൻ വീരസംസർഗശുദ്ധയെ. മുടങ്ങിപ്പോയ കർമ്മത്തെ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ടതായ പ്രായശ്ചിത്തത്തെ കർമ്മനിപുണന്മാരായ ബ്രാഹ്മണർ ആദ്യമായി ചെയ്തു. അതെന്തെന്നാൽ അപൂർണതയെ മുഴുവനും തീർത്ത് പൂർണ്ണമാക്കി തീർക്കുവാൻ സമർത്ഥനായ വിഷ്ണുവിനെ ദേവതയാക്കി പറയുന്ന മന്ത്രങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് 3 കപാലങ്ങളിൽ പുരോടാശത്തെ ഹവിസ്സിനെ നിവേദിച്ചു. ഇതുകൊണ്ട് രുദ്രപാർഷദന്മാരായ വീരപുരുഷന്മാർ അഗ്ന്യാദി ദേവതകളെ അശുദ്ധപ്പെടുത്തിയതിൻ്റെ ദോഷം നീങ്ങി പരിശുദ്ധമായി ഭവിച്ചു. കർമ്മത്തിൻ്റെ അംഗങ്ങളെല്ലാം സമ്പൂർണമായി. അദ്യുരുണാത്തഹവിഷ യജമാനോ വിശാംപദേ ദിയാ വിശുദ്ധയാ ദദ്യോ തഥാ പ്രാദുരഭൂദ്ധരിഹി. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഹവിസ്സിനെ അധ്വര്യു കയ്യിലെടുത്തു പിടിച്ചു. ഹേ വിതുര, യജമാനനായ ദക്ഷനും അധ്വര്യവും രണ്ടുപേരും ഏതൊരു രൂപത്തെ ധ്യാനിച്ചുവോ ആ സ്വരൂപത്തോടുകൂടെ ഭക്തന്മാരുടെ സന്താപങ്ങളെ നിശേഷം ഹരിക്കുന്ന ഭഗവാൻ ശ്രീ വാസുദേവൻ അവിടെ പ്രത്യക്ഷനായി ഭവിച്ചു. തഥാ സ്വപ്രഭയാ തേഷാം ദ്യോതയന്ത്യ ദിശോ ദശ മുഷ്ണം സ്തേജ ഉപാനീതം സ്താർഷ്യേണ സ്തോത്രവാജിന. യജമാനാദികൾ ധ്യാനിച്ച സമയത്തിൽ 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന സ്വപ്രഭയാൽ ബ്രഹ്മാവാദികളുടെ തേജസ്സിനെ നിസ്സാരമാക്കി തീർക്കുന്ന തേജോമയനായ മഹാവിഷ്ണുവിനെ ബൃഹദ്രഥന്തരങ്ങൾ എന്ന് പറയപ്പെടുന്ന സാമങ്ങൾ തന്നെ പക്ഷങ്ങളായി ഭവിച്ചിരിക്കുന്ന ഗരുഡൻ ഇവരുടെ സമീപത്ത് കൊണ്ടുവന്നു. ഗരുഡൻ്റെ ചിറകുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ബൃഹദ്രഥന്തരങ്ങൾ എന്ന വേദസ്തുതികളാണെന്ന് ശ്രുതിയിൽ കാണുന്നുണ്ട്. ഭക്തി തന്നെയാണ് ഗരുഡൻ്റെ സ്വരൂപമെന്നും പറയുന്നുണ്ട്. അപ്രകാരമുള്ള ഗരുഡനിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. ശ്യാമോ ഹിരണ്യരശനോർക്ക കിരീടജുഷ്ടോ നീലാളഗഭ്രമരമണ്ഡിത കുണ്ടലാസ്യഃ ഖവ്വോബ്ജചക്രശരചാപഗദാസി ചർമ്മ വ്യഗ്രൈ ഹിരണ്മയഭുജൈ ഇവ കർണികാരഃ. മേഘം പോലെ ശ്യാമള നിറം, സ്വർണ്ണ നിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. കിരീടത്തിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ സൂര്യകാന്തിക്ക് തുല്യമായിരിക്കുന്നു. വണ്ടുകൾ എന്ന പോലെ നീല നിറമുള്ള കുറുനിരയും മകരകുണ്ടലങ്ങളും മുഖകാന്തിയെ അധികരിപ്പിക്കുന്നു. ശംഖ, താമരപ്പൂവ്, സുദർശന ചക്രം, ശരം, ചാപം, ഗദ, വാൾ, പരിച എന്ന് 8 വിധങ്ങളായ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന 8 കൈകളെ ഭൃത്യരക്ഷയിലുള്ള ഉത്സാഹത്തെ സൂചിപ്പിക്കുവാൻ തക്കവിധത്തിൽ ചലിപ്പിക്കുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അധികം ധരിച്ചിട്ടുള്ളതുകൊണ്ട് 8 കൈകളും സ്വർണ്ണമയങ്ങളായിരിക്കുന്നതിനാൽ പുഷ്പിച്ചു നിൽക്കുന്ന കൊന്ന എന്ന വൃക്ഷവിശേഷമെന്ന പോലെ ഭഗവാൻ വിളങ്ങി. വക്ഷസ്യതിശ്രിതവധുർവനമാല്യോദാര ഹാസാവലോകകലയാ രമയംശ്ച വിശ്വം പാർശ്വഭ്രമധ്വജന ചാമരരാജഹംസഃ ശ്വേതാദപത്രശശിനോപരിരജ്യമാനഃ. മാറിടത്തെ ആശ്രയിച്ചും കൊണ്ട് ലക്ഷ്മി ദേവി ഇരിക്കുന്നു. ഉത്കൃഷ്ടമായ വനമാലിയും മാറിൽ വിളങ്ങുന്നുണ്ട്. ഭക്തജനങ്ങളുടെ സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മന്ദഹാസവും കടക്കണ്ണുകൾ കൊണ്ടുള്ള കടാക്ഷവും കൊണ്ട് സമസ്ത ലോകത്തെയും തന്നിൽ രമിപ്പിക്കുന്നു. 2 ഭാഗത്തും ഭൃത്യന്മാർ പിടിച്ചു വീശുന്ന ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ഭഗവാനെ വിട്ടുപിരിയാതെയിരിക്കുന്ന രാജഹംസ പക്ഷികളോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു. ഉപരിഭാഗത്ത് പിടിച്ചിരിക്കുന്ന വെൺകൊറ്റ കുടയാകുന്ന ചന്ദ്രൻ നിമിത്തം സ്വതേയുള്ള മുഖചന്ദ്രൻ്റെ ശോഭയ്ക്ക് മാറ്റുകൂടിക്കൊണ്ടുമിരിക്കുന്നു. തമുപാഗതമാലക്ഷ്യ സർവേ സുരഗണാദയഃ പ്രണേമോ സഹസോത്തായ ബ്രഹ്മേന്ദ്രത്രക്ഷ്യനായകാഃ. സമീപത്ത് വന്നിരിക്കുന്ന ഭഗവാനെ കണ്ട ഉടനെ ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, ശ്രീശിവൻ മുതലായവരും ദേവഗന്ധർവാദികളും ഋഷികളും എന്നുവേണ്ട അവിടെയുള്ളവരത്രയും പെട്ടെന്നെഴുന്നേറ്റ് ദണ്ഡനമസ്കാരം ചെയ്തു. തത്തേജ ഹതലുജഃ സന്നജിഹ്വ സസാദ്വസാഃ മൂർധ്നാധൃതാഞ്ജലിപുട ഉപദസ്തുരദോഷജം. ഭഗവാന്റെ സർവോത്കൃഷ്ടമായ കാന്തിയാൽ മറ്റുള്ള ദേവന്മാരുടെ ശോഭ താണു.
ഇഷ്ടം പോലെ സംസാരിപ്പാനുള്ള ശക്തി നാവിനില്ലാതെയായി. ആകപ്പാടെ എല്ലാവരുടെ മനസ്സും ഒന്ന് ചലിച്ചു. ശിരസിൽ അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് വാക്കിനും മനസ്സിനും യാതൊരിന്ദ്രിയങ്ങൾക്കും വിഷയമല്ലാതിരിക്കുന്ന പരമപുരുഷനെ സ്തുതിച്ചു. അപ്യർവാഗ്യർത്തയോ യസ്യ മഹിത്വാത്മഭുവാദയഃ യഥാമതി ഗൃണന്തി സ്മ കൃതാനുഗ്രഹവിഗ്രഹം. ബ്രഹ്മാദി ദേവന്മാർക്കും യാതൊരുത്തൻ്റെ മാഹാത്മ്യത്തെ ശരിയായി അറിയുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ബുദ്ധിയിൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച വിധത്തിൽ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചേ കഴിയുള്ളൂ എന്ന് സിദ്ധാന്തിപ്പാൻ അവകാശം എന്തെന്നാൽ അപ്പപ്പോൾ ദേവാദികൾക്ക് നേരിടുന്ന ആപത്തുകളെ തീർപ്പാനായിട്ടാകുന്നു നിർഗുണനായ ഭഗവാൻ ഗുണത്തെ അംഗീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഭഗവാന്റെ നേർക്കുള്ള ഭക്തിയെ യഥാമതി പ്രകാശിപ്പിക്കേണ്ടത് അവരുടെ കൃത്യമാകുന്നു. ദക്ഷോ ഗൃഹീദാർഹണ സാധനോത്തമം യത്നേശ്വരം വിശ്വസൃജാം പരം ഗുരും സുനന്ദനന്ദാദ്യനുഗൈർവൃതം മുദ ഗൃണൻ പ്രഭേദേ പ്രേതകൃതാഞ്ജലി. പുരുഷോത്തമനെന്ന് വേദത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ഭഗവാൻ ശ്രീനാരായണൻ അനേകം ഭക്തന്മാർ സമർപ്പിച്ച പൂജാസാധനങ്ങളുള്ള സൽപാത്രങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന ഭക്തവത്സലനും യാഗാദി കർമ്മങ്ങളുടെ ഫലങ്ങളെ യഥായോഗ്യം പ്രദാനം ചെയ്യുന്ന സർവേശ്വരനും ബ്രഹ്മാവാദികൾക്കും പരമോപദേശത്തെ ചെയ്യുന്ന പരമഗുരുവും സുനന്ദൻ നന്ദൻ മുതലായ ഭൃത്യന്മാരാൽ സേവിക്കപ്പെടുന്നവനുമാകുന്നു. അപ്രകാരമുള്ള ഭഗവാന്റെ സന്ദർശനം നിമിത്തം സന്തോഷസമന്വിതനായ ദക്ഷൻ അഞ്ജലീബന്ധം ചെയ്ത് ഇന്ദ്രിയങ്ങളുടെ ചാബല്യത്തെ പ്രയാസപ്പെട്ടു പിടിച്ചടക്കിയിട്ട് വാക്കിനാൽ ഭഗവാനെ സ്തുതിക്കുകയും മനസ്സാ ശരണം പ്രാപിക്കുകയും ചെയ്തു. ദക്ഷ ഉവാച ശുദ്ധം സ്വദാംനുവരതാഖിലബുദ്ധ്യവസ്ഥം ചിന്മാത്രമേകമഭയം പ്രതിഷിധ്യമായാം തിഷ്ടം സ്തയൈവ പുരുഷത്വമുപേത്യ തസ്യാമാസ്തേ ഭവാന പരിശുദ്ധ ഇവാത്മതന്ത്രഃ. ദക്ഷൻ സ്തുതിച്ചു. ഗുണത്രയങ്ങളുടെ സ്പർശനം പോലും ഇല്ലാത്തതുകൊണ്ട് പരമപവിത്രവും ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥാത്രയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ നിരതിശയാനന്ദ മാത്രമായും സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യമായും നിർഭയമായും ഇരിക്കുന്ന വസ്തു യാതൊന്നോ ആ ബ്രഹ്മവസ്തു അങ്ങാകുന്നു. അപ്രകാരമിരിക്കുന്ന ഭഗവാൻ ഇച്ഛാസ്വരൂപത്തിൽ വികാസത്തെ പ്രാപിച്ച മായയെ അംഗീകരിച്ചിട്ട് പരിശുദ്ധൻ അല്ലാത്തവനോ എന്ന് തോന്നുമാറ് വിളങ്ങുന്ന ശരീരമുള്ളവനായതുകൊണ്ട് ജന്മാദി വികാരങ്ങൾ ഉള്ളവൻ, പരിച്ഛിന്നൻ, ജഡൻ, അജ്ഞൻ, ദുഃഖി, സുഖി എന്ന നിലയിൽ ലോകത്തിൽ ക്രീഡിക്കുന്നു. സ്വരൂപമായ ആനന്ദത്തിൽ നിന്ന് തെറ്റാതെ ഈ വിധം കളിപ്പാനുള്ള സ്വാതന്ത്ര്യശക്തി അങ്ങയ്ക്ക് സ്വാധീനമായിരിക്കുന്നു. ഋത്വിജ ഊജുഹു തത്വം നദേ വയമനഞ്ജന രുദ്രശാപാത് കർമ്മണ്യവഗ്രഹതിയോ ഭഗവാൻ വിദാമഹ ധർമ്മോപലക്ഷണമിതം ത്രിവിധദ്വരാഖ്യം ജ്ഞാനം യഥർത്ഥമതിദൈവമതോ വ്യവസ്ഥാഹ. ഋത്വിക്കുകൾ ഭഗവാനെ സ്തുതിക്കുന്നു. മായാകാര്യങ്ങളുടെ ബാധയില്ലാതെയും ജ്ഞാനാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞുമിരിക്കുന്ന ഹേ ദേവ, നന്ദികേശ്വരൻ്റെ ശാപം നിമിത്തം അങ്ങയുടെ പരമാർത്ഥ നിലയറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നുപോയി. 3 വേദങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന യാഗം എന്ന കർമ്മത്തിൽ മാത്രമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രവേശം സിദ്ധിച്ചിട്ടുള്ളൂ. ഇന്ന കർമ്മത്തിന് ഇന്ന ദേവത, അതിനെ ഇന്ന വിധം അനുഷ്ഠിക്കണമെന്നുള്ള മര്യാദകളെ വേദപ്രയോക്താവായ അങ്ങ് യാഗാദി കർമ്മങ്ങളെ നടത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ നിശ്ചയിച്ചത്. ഐഹികവും ആമുഷ്മികവും ആയ ധർമ്മങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായ ആ യാഗാദി കർമ്മങ്ങളെ മാത്രം അറിയുന്ന ഞങ്ങൾ അങ്ങയുടെ സർവാത്മഭാവത്തെ അറിയാഞ്ഞതുകൊണ്ട് ചെയ്ത അപരാധത്തെ ക്ഷമിക്കണം. സർവാത്മാവാണ് അങ്ങെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. സദസ്യ ഊജുഹു ഉത്പത്യതൊന്യശരണ ഉരുക്ലേശദുർഗേന്ദഗോഗ്ര വ്യാളാന്യുഷ്ടേ വിഷയമൃഗതൃഷ്ണാത്മഗേഹോരുഭാരഃ ദ്വന്ദ്വശബ്രേകലമൃഗഭയേ ശോകദാവേജ്ഞസാർത്ഥഃ പാദൗ കസ്തേ ശരണദ കഥായാതി കാമോപസൃഷ്ടഃ. സദസ്സിലുള്ളവർ സ്തുതിക്കുന്നു. സ്വഭക്തന്മാരുടെ സർവഭയങ്ങളെയും തീർത്ത് പരമാനന്ദ സ്വരൂപമായ പാദപത്മത്തെ വാസസ്ഥാനമാക്കിയിട്ട് നൽകുന്ന കരുണാസിന്ധോ, ജന്മമരണാദിക്ലേശയുക്തമായ സംസാരാരണ്യത്തിൽ സഞ്ചരിക്കുന്ന അജ്ഞാന സമൂഹത്തിൽ ഏതെങ്കിലും ഒരുവൻ അങ്ങയുടെ കാരുണ്യ കടാക്ഷം സിദ്ധിക്കാതെ എപ്പോഴെങ്കിലും ആ കാട്ടിൽ നിന്ന് കരകയറുമോ? ഒരിക്കലും കയറുകയില്ല.
ആ കാട്ടിൻ്റെ ഭയങ്കരാവസ്ഥ എത്രത്തോളമുണ്ടെന്ന് കാണിപ്പാനായി സംസാരത്തിനും ഘോരമായ കാന്താരത്തിനും തമ്മിൽ സാദൃശ്യം കാണിപ്പാൻ വിശേഷണങ്ങളെ ഉപയോഗിക്കുന്നു. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന 5 വിധ ക്ലേശങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ സുഖസഞ്ചാരമാർഗം ആ കാട്ടിൽ ഒരിടത്തുമില്ല. അന്തകനാകുന്ന ഉഗ്രസർപ്പം ഏതു ഭാഗത്തിൽ കൂടെ പോയാലും കടിക്കാതിരിക്കുകയില്ല. സുഖം, ദുഃഖം, വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം എന്ന ദ്വന്ദ്വങ്ങളാകുന്ന കുഴികളിൽ വീഴാതെ സഞ്ചരിപ്പാൻ സാധ്യമല്ല. ദുർജനങ്ങളാകുന്ന വ്യാക്രാദി മൃഗങ്ങൾ നിമിത്തം ജീവനും ധനാദികൾക്കും രക്ഷയുമില്ല. ആദിവ്യാധി സ്വരൂപങ്ങളായ കാട്ടുതീ വ്യാപിക്കാത്ത സ്ഥാനവുമില്ല. നിസ്സാരങ്ങളായ സുഖങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ പ്രേരിതനായിട്ട് ശബ്ദസ്പർശാദി സുഖങ്ങളാകുന്ന മൃഗതൃഷ്ണയെ അന്വേഷിച്ചും കൊണ്ടും സ്വശരീരം സ്വഗൃഹം എന്ന അഭിമാനമാകുന്ന ഭാരത്തെ വഹിച്ചും കൊണ്ടും ഈ സംസാര ഘോരവനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അങ്ങയുടെ പാദമാകുന്ന രക്ഷാസ്ഥാനം ലഭിക്കണമെങ്കിൽ അങ്ങ് അവരെ കടാക്ഷിക്കുക തന്നെ വേണം. ദക്ഷയജ്ഞത്തിൽ ലഭിക്കാവുന്ന ലാഭത്തെ കാക്ഷിച്ച ഞങ്ങൾ ചെയ്ത അപരാധത്തെ ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണം. രുദ്ര ഉവാച തവ വരദവരാങ്ക്രാവശിഷേഹാഖിലാർത്തെ ഹ്യഭിമുനിഭിരസക്തൈരാദരേണാർഹണീയേ യതിരജിതദിയം മാ വിദ്യലോകോപവിദ്ധം ജപതി ന ഗണയേ തത്ത്വത്പരാനുഗ്രഹേണ. ശ്രീ രുദ്രൻ സ്തുതിക്കുന്നു. ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഹേ ഭഗവൻ, സകാമന്മാരാലും നിഷ്കാമന്മാരാലും അവരുടെ ഐഹികവും പാരത്രികവുമായ ഐശ്വര്യപ്രാപ്തിക്കും പരമകൈവല്യപ്രാപ്തിക്കും വേണ്ടി ഏറ്റവും ശ്രദ്ധയോടുകൂടെ പൂജിപ്പാൻ യോഗ്യമായിരിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധി വ്യാപാരത്തോടുകൂടിയ എന്നെ അതറിയാത്ത ജനസമൂഹം സദാചാരഭ്രഷ്ടനാണെന്ന് പറയുന്നുവെങ്കിലും ആ പറയുന്നതിനെ ഗണിക്കാതിരിപ്പാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങയുടെ പരമാനുഗ്രഹം നിമിത്തമാകുന്നു. ഭൃഗുരുവാച യന്മായയാ ഗഹനയാ ബഹൃദാത്മബോധ ബ്രഹ്മാദയസ്തനുഹൃതസ്തമസി സ്വബന്ധഃ നാത്മൻ ശ്രുതം തവ വിദന്ത്യധുനാഭിതത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധുഃ. ഭൃഗു സ്തുതിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ അന്യസാധനങ്ങളാൽ കടക്കുവാൻ കഴിയാതിരിക്കുന്ന മായാശക്തിയാൽ ബ്രഹ്മാവാദി ദേവന്മാരുടെയും ആത്മബോധം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇപ്പോഴും അവർ അന്ധകാരത്തിൽ കിടന്നുറങ്ങുന്നവരായിരിക്കുമ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ കഥ പറയണമോ? സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ തന്നെ വസിക്കുന്നുവെങ്കിലും അങ്ങയുടെ തത്വത്തെ ആർക്കും അറിയുവാൻ കഴിയുന്നില്ല. അതിനാൽ അജ്ഞത നിമിത്തം ശിവസ്വരൂപനായ അങ്ങയെ ഞാൻ നിന്ദിച്ചതിനെ അങ്ങ് പുറത്തനുഗ്രഹിക്കണം. നമസ്കരിക്കുന്നവർക്ക് ഹിതോപദേഷ്ടാവായിരിക്കുന്ന പരമഗുരുവും അവരുടെ ആത്മാവും അങ്ങാണല്ലോ. ബ്രഹ്മോവാച നൈതസ്വരൂപം ഭവതോസൗ പദാർത്ഥ ഭേദഗ്രഹൈ പുരുഷോ യാവദീക്ഷേത് ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാത്വ്യതിരിക്തോ യതസ്ത്വം. ബ്രഹ്മാവ് സ്തുതിക്കുന്നു. അന്യോന്യം വിഭിന്നങ്ങളായിരിക്കുന്ന ബാഹ്യപദാർത്ഥങ്ങളുടെ സ്വരൂപത്തെ മാത്രം കാണുന്ന സ്വഭാവം നിമിത്തം പുരുഷൻ ആ സകല പദാർത്ഥങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ ധരിക്കാതിരിക്കുന്നിടത്തോളം കാലം ജനനമരണങ്ങൾക്ക് അധീനനായിരിക്കേണ്ടി വരുന്നു. എപ്പോൾ ഭവതത്വത്തെ നന്നായി ധരിക്കുന്നുവോ അപ്പോൾ മുക്തനായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ഭൂമ്യാദികളായ പഞ്ചഭൂതങ്ങളുടെയും സത്വാദികളായ 3 ഗുണങ്ങളുടെയും ആശ്രയഭൂതനായിരിക്കുന്ന അങ്ങ് മായാകാര്യമായിരിക്കുന്ന ജഡത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനാകുന്നുവല്ലോ. സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങയെ സർവത്ര കാണുന്നവർ പ്രപഞ്ചബന്ധത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു. പ്രപഞ്ചം അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. ആധാരവും ആധേയവും ഒന്നല്ല. ആധേയമായ പ്രപഞ്ചത്തെ മാത്രം കാണുന്നവർ അതിൻ്റെ ആധാരഭൂതനായ അങ്ങയെ അറിയുന്നില്ല. അതിനാൽ അവർ ബദ്ധന്മാരാവുന്നു. സർവാശ്രയനായ അങ്ങയെ അറിയുന്നവർ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ അറിയുകയും അതുനിമിത്തം അതിൽ അഹന്ത മമതാഭാവങ്ങളെ വെടിയുകയും അങ്ങയെ സർവാത്മന ഭജിക്കുകയും ചെയ്യുന്നു. എനിക്ക് അങ്ങയുടെ ഭക്തി എപ്പോഴും ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം. സദ്രൂപനായ അങ്ങ് തന്നെയാണ് ചരാചരാത്മകമായ ജഗത്തെന്നറിയാത്തതുകൊണ്ട് ഭേദദർശനമുണ്ടാകുന്നു. അങ്ങ് ഏകൻ മാത്രം സത്യം. ഇന്ദ്ര ഉവാച ഇതമപ്യുച്യുത വിശ്വഭാവനം വപുരാനന്ദകരം മനോദൃശാം സുരവിദ്വഷ്ടക്ഷപണൈരുദായുധേർ ഭുജദണ്ഡൈരുപബന്നമഷ്ടഭിഃ. ഇന്ദ്രൻ സ്തുതിക്കുന്നു. ഏതു രൂപത്തെ ധരിച്ചാലും പരമാർത്ഥമായ
സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്നും ഭ്രംശിക്കാതെ ജ്ഞാനാനന്ദമയനായി തന്നെ ഇരിക്കുന്ന ഭഗവൻ അങ്ങയുടെ ഈ സ്വരൂപവും ഞങ്ങളുടെ മനസ്സിനെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദേവന്മാരായ ഞങ്ങളെ ദ്വേഷിക്കുന്നവരെ സംഹരിപ്പാൻ സമർത്ഥങ്ങളായ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അങ്ങയുടെ 8 കൈകളോടുകൂടിയ ഈ രൂപം ലോകത്തെ സംരക്ഷിക്കുന്നതിൽ അങ്ങയ്ക്കുള്ള താൽപ്പര്യത്തെ പ്രകാശിപ്പിക്കുന്നു. പത്ന്യഊജുഹു യത്നോയം തവയജനായ കേന സൃഷ്ടോ വിധ്വസ്ത പശുപതിനാദ്യദക്ഷകോപാത് തം നസ്ത്വം ശവശയനാപശാന്തമേദം യത്നാത്മൻ നളിനരുജാദൃശാ പുനീഹി. പത്നിമാർ സ്തുതിക്കുന്നു. യാഗസ്വരൂപനായ ഭഗവൻ അങ്ങയെ ആരാധിപ്പാനായി ദക്ഷൻ ആരംഭിച്ചതായ ഈ യാഗത്തിൽ സതീദേവിയെ ആദരിക്കാഞ്ഞതുകൊണ്ട് ദക്ഷനെക്കുറിച്ചുണ്ടായ കോപത്താൽ ശ്രീരുദ്രൻ യാഗത്തെ നശിപ്പിച്ചു. ഇപ്പോൾ ഈ യാഗശാല അങ്ങ് കാണുന്നില്ലയോ? ശ്മശാനം പോലെ കിടക്കുന്നു. യാഗത്തിൽ നടത്തേണ്ടതായ പശുഹിംസ കഴിഞ്ഞിട്ടുമില്ല. അതിനാൽ താമരദളം പോലെ മനോഹരമായിരിക്കുന്ന അങ്ങയുടെ നേത്രത്താളിലുള്ള കടാക്ഷം കൊണ്ട് ഇതിനെയും ഞങ്ങളെയും പരിശുദ്ധവും പരിപൂർണവുമാക്കി തീർക്കുവാൻ കരുണയുണ്ടാകണം. ഋഷയ ഊജുഹു അനന്യുതം തേ ഭഗവാൻ വിജേഷ്ടിതം യദാത്മനാ ചരസിഹി കർമ്മനാജ്യസേ വിഭൂതയേ യദ ഉപസേ ദുരീശ്വരീം ന മന്യതേ സ്വയമനുവർത്തതീം ഭവാൻ. ഋഷികൾ സ്തുതിക്കുന്നു. ജ്ഞാനാദി കല്യാണ ഗുണസിന്ധോ, അങ്ങയുടെ വ്യാപാരം ലോകരീതിയിൽ ചേർച്ചയില്ലാത്തതുകൊണ്ട് ലോകവിലക്ഷണവും അത്ഭുതാവഹവുമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ദേഹത്തെ ധരിച്ചിരിക്കുന്നു, കർമ്മങ്ങളെ ആചരിക്കുന്നു. എങ്കിലും പുണ്യപാപങ്ങളോ സുഖദുഃഖങ്ങളോ അങ്ങയെ ബാധിക്കുന്നില്ല. ഇതിനാൽ അങ്ങ് നിർലേപനാണെന്ന് സ്പഷ്ടമാകുന്നു. ഇങ്ങനെ വരുവാൻ കാരണമെന്തെന്നാൽ സാധാരണ ജനങ്ങൾ ഐശ്വര്യാദികളുടെ ലാഭത്തെ ഉദ്ദേശിച്ച് യാതൊരു ഭഗവതിയെ നിരന്തരം ഭജിക്കുന്നുവോ ആ ഭഗവതി സ്വയമേവ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാലും അങ്ങാകട്ടെ ആ ലക്ഷ്മി ദേവിയെ ആഗ്രഹിക്കുന്നില്ല. നിരപേക്ഷനായതുകൊണ്ടാണ് നിർലേപനായിരിക്കുന്നതെന്ന് സാരം. സിദ്ധവൂജിഹു അയം ത്വത്കഥാമൃഷ്ടപീയുഷനദ്യാം മനോവാരണക്ലേശതാവാഗ്നിദഗ്ധഃ തൃഷാർത്തവഗാഢോ ന സസ്മാരദാവം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്നഃ. സിദ്ധന്മാർ സ്തുതിക്കുന്നു. ഹേ ഭഗവൻ, അവിദ്യാദികളാകുന്ന പഞ്ചക്ലേശങ്ങളുടെ ബാധ സഹിക്കവയ്യാതെ ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മനസ്സാകുന്ന ആന അങ്ങയുടെ കഥയാകുന്ന പരിശുദ്ധാമൃത നദിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനാൽ ബ്രഹ്മജ്ഞാനാനന്ദത്തിൽ മുങ്ങിയവനെന്ന പോലെ രണ്ടാമത് പ്രപഞ്ചത്തെയോ അതിലുള്ള ക്ലേശങ്ങളാകുന്ന കാട്ടുതീയിനെയോ സ്മരിക്കുന്നില്ല. ഭഗവൽ കഥാമൃതത്തിൽ നിമഗ്നനായിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ പ്രാരബ്ധബലത്താൽ വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് പുറത്ത് അനുഗ്രഹിക്കുക തന്നെ വേണം. യജമാന്യുവാച സ്വാഗതന്തേ പ്രസീദേശ തുഭ്യം നമഃ ശ്രീനിവാസശ്രിയാ കാന്തയാത്രാഹിനഃ ത്വാമൃതേദീശനാംഗൈർമകശോഭദേ ശീർഷഹീനകബന്ധോ യഥാ പൂരുഷഃ. യജമാന പത്നിയായ പ്രസൂതിദേവി സ്തുതിക്കുന്നു. ഹേ ഈശ്വര, അങ്ങയ്ക്ക് സ്വാഗതം. അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. പ്രസാദിക്കണമേ. ഇപ്പോൾ മാത്രമേ ഈ യാഗത്തിന് ശോഭയുണ്ടായിട്ടുള്ളൂ. ശിരസ്സില്ലാതെ കൈകാൽ മുതലായ അവയവങ്ങളെക്കൊണ്ട് ശരീരം ശോഭിക്കാത്തതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതിനാൽ ഈ യാഗത്തിന് ഇതുവരെ ശോഭയുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് തന്നെ അങ്ങയുടെ സാന്നിധ്യം സിദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ വിധം വിഘ്നം നേരിടുകയില്ലായിരുന്നു. ഇപ്പോൾ അങ്ങ് പ്രത്യക്ഷനായതിനാൽ ദോഷമെല്ലാം തീർത്ത് അനുഗ്രഹിക്കണം. ലോകപാല ഊജുഹു ദൃഷ്ടക്കിം നോ ദൃഗ്വിരസദ്ഗ്രഹൈസ്തം പ്രത്യഗ്ദ്രഷ്ടാ ദൃശ്യതേ ഏന ദൃശ്യം മായാഹ്യേഷാ ഭവദീയാ ഹി ഭൂമൻ യസ്ത്വം ഷഷ്ട പഞ്ചബിർഭാസി ഭൂദേഹി. ലോകപാലന്മാർ സ്തുതിക്കുന്നു. സർവവ്യാപകനായ ഭഗവൻ അന്തർഭാഗത്തിൽ ആത്മസ്വരൂപനായിരിക്കുന്ന യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ പ്രകാശിക്കുന്ന നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളാകുന്ന രൂപാദികളെ കാണുന്നുവോ അറിയുന്നുവോ? അങ്ങനെയിരിക്കുന്ന അങ്ങ് ജഡങ്ങളായ ഇന്ദ്രിയങ്ങളാൽ കാണപ്പെടുവാൻ കഴിയുന്നവനല്ലെന്നു പറയണമോ? എന്നാൽ ഞങ്ങൾ അങ്ങയെ ഇപ്പോൾ നേത്രാദികളായ ഇന്ദ്രിയങ്ങളാൽ കാണുന്നത് ഇന്ദ്രിയങ്ങളുടെയോ ഞങ്ങളുടെയോ സാമർഥ്യം കൊണ്ടല്ല, അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങൾക്ക് ദർശനത്തെ തന്നിരിക്കയാൽ മാത്രമാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന അങ്ങ് പഞ്ചഭൂത വിശിഷ്ടനെന്ന പോലെ പ്രകാശിക്കുന്നത് അങ്ങയുടെ ഇച്ഛാശക്തി എന്ന് പറയപ്പെടുന്ന മായനിമിത്തമാകുന്നു. യോഗേശ്വര ഊജുഹു പ്രേയാന്യതേഭ്യോസ്തമുദസ്ത്വയി പ്രഭോ വിശ്വാത്മനീക്ഷേന പൃഥഗ്യ ആത്മനഃ.
അതാഭിഭക്തേശ തയോപദാവദാമനന്യവൃത്യാനുഗൃഹാണ വത്സല. യോഗേശ്വരന്മാർ സ്തുതിക്കുന്നു. ഹേ പ്രഭോ, സർവചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന അങ്ങയിൽ നിന്ന് ജീവൻ ഭിന്നനാണെന്ന് കാണാതിരിക്കുന്നവർ യാതൊരുത്തരോ? അവരെക്കാൾ അധികം പ്രിയം അങ്ങയ്ക്ക് മറ്റാരെയുമില്ല. എന്നാലും മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ പരമപ്രേമലക്ഷണമായ ഭക്തിയോടുകൂടെ അങ്ങയെ സേവിക്കുന്ന ഞങ്ങളെയും അങ്ങ് വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ജഗതുത്ഭവസ്ഥിതിലയേഷു ദൈവതോ ബഹുവിദ്യമാന ഗുണയാത്മമായയാ രചിതാത്മഭേദമതയേ സ്വസംസ്ഥയാ വിനിവർത്തിത ബ്രഹ്മഗുണാത്മനേ നമഃ. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളന നിമിത്തം അങ്ങയുടെ മായാശക്തി ലോകത്തെ സൃഷ്ടിപ്പാൻ ബ്രഹ്മാവിനെയും രക്ഷിപ്പാൻ വിഷ്ണുവിനെയും സംഹരിപ്പാൻ ശിവനെയും വെവ്വേറെ പ്രകാശിപ്പിച്ചു. ഇതിനു കാരണം പ്രാണികളുടെ അദൃഷ്ടമാകുന്നു. ഈ ദേവന്മാർ മൂവരും വാസ്തവത്തിൽ ഏകനായ അങ്ങുതന്നെ. ബ്രഹ്മാദി ദേവന്മാർ ഒന്നല്ല, വെവ്വേറെയാകുന്നു. അവരുടെ മഹിമയും ഒരുപോലെയല്ല, ഭേദപ്പെട്ടതാകുന്നു എന്നിങ്ങനെയുള്ള ബോധം ജീവാത്മാക്കൾക്കുണ്ടാക്കി തീർക്കുന്ന ബഹുരൂപനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. എപ്പോൾ അങ്ങയുടെ അനുഗ്രഹത്താൽ ജീവാത്മാവ് തൻ്റെ യഥാർത്ഥ രൂപത്തെ അറിയുന്നുവോ, സച്ചിദാനന്ദമായ സ്വസ്വരൂപത്തിൽ ഇരുന്നിട്ട് ഭേദത്തിന് കാരണമായ ഗുണത്തെയും ഗുണത്തിൻ്റെ വാസസ്ഥാനമായ മനസ്സിനെയും അതിക്രമിക്കുന്നുവോ, അപ്പോൾ അഭേദമായിട്ട് വിളങ്ങുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഏകനായിരിക്കുന്നതും അനേകനായിരിക്കുന്നതും അങ്ങുതന്നെയാകയാൽ ഭേദഭാവേന ഭജിക്കുന്നവരെയും അഭേദഭാവേന ഭജിക്കുന്നവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ഭേദത്തിനും അഭേദത്തിനും കാരണമായിരിക്കുന്ന മായ അങ്ങയുടെ ഇച്ഛാസ്വരൂപമാണ്. ബ്രഹ്മോവാച നമസ്തേ ശ്രുതസത്വായ ധർമാദീനാം ജസൂദയേ നിർഗുണായ ജയത്കാഷ്ടാം നാഹം വേദ പരോബിജ. ബ്രഹ്മാവ് സ്തുതിക്കുന്നു. ഹേ പരമപുരുഷ, സത്വഗുണത്തെ അംഗീകരിച്ചിരിക്കുന്നവനും ഭക്തന്മാർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെ യഥായോഗ്യം നൽകുന്നവനും ഗുണസമ്പർക്കമില്ലാതെ ഇരിക്കുന്നവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഒരുവൻ തന്നെ സഗുണനും നിർഗുണനുമായിരിക്കുന്നത് എങ്ങനെയെന്ന് നിർണയിച്ചു പറയുവാൻ ഞാനാകട്ടെ മറ്റന്യനാകട്ടെ ശക്തനല്ല. അങ്ങയ്ക്ക് സാധിപ്പാൻ പ്രയാസമുള്ളതൊന്നുമില്ലാത്തതിനാൽ ലോകത്തിലുള്ളവർക്ക് ഭുക്തിമുക്തികളെ നൽകുവാൻ സഗുണ നിർഗുണ സ്വരൂപങ്ങളോടുകൂടെ ഒരേ കാലത്തിൽ ഏകനായ ഭഗവാൻ വിളങ്ങുന്നു. അറിയപ്പെടുവാൻ കഴിയാത്ത മാഹാത്മ്യമുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അഗ്നിരുവാച യത്തേജസാഹം സുസമിദ്ധതേജ ഹവ്യം വഹേ സ്വധ്വര ആജ്യസിക്തം തം യത്നിയം പഞ്ചവിധം ച പഞ്ചഭിഃ സ്വിഷ്ടം യജുർഭി പ്രണതോസ്മി യത്നം. അഗ്നി സ്തുതിക്കുന്നു. യാതൊരുവിൻ്റെ തേജസ്സിനാൽ അതിശയമായി ഉജ്ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ ഞാൻ പ്രശസ്തമായ അധ്വരത്തിൽ കൃതത്താൽ സിക്തമായിരിക്കുന്ന ഹവ്യത്തെ വഹിക്കുന്നുവോ, അതാത് ദേവന്മാർക്കുള്ള ഭാഗത്തെ തെറ്റാതെ എത്തിച്ചു കൊടുക്കുന്നുവോ, യാഗബലത്തെ ദാനം ചെയ്ത് സമ്പ്രദായത്തെ ലോകത്തിൽ നിലനിർത്തുന്നവനും 5 വിധങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട് വേണ്ടതുപോലെ നടത്തുക എന്ന കർമ്മത്താൽ ആരാധിക്കപ്പെടുന്നവനും യത്നസ്വരൂപനുമായ ആ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ദേവാവൂജുഹു പുരാകൽപാപായേ സുഹൃതമുദീര്യകൃത്യ വികൃതം ത്വമേവാദ്യസ്തസ്മിൻ സലില ഉരഗേന്ദ്രാതിശയനേ പുമാൻ ശേഷേ സിദ്ധ്യൈർഹൃദി വിമൃശിതാധ്യാത്മപദവി സ ഏവാദ്യാക്ഷണോര്യ പതിചരസി ഭൃത്യാനവസീനഃ. ദേവന്മാർ സ്തുതിക്കുന്നു. തന്നാൽ നിർമ്മിക്കപ്പെട്ട ചരാചരാത്മകമായ സകലവും കൽപ്പാവസാനത്തിൽ ജലാന്തർഭാഗത്തിൽ ലയിച്ചിരിക്കുന്ന സമയം സകല ജീവരാശികളെയും ഉദരാന്തർഭാഗത്തിൽ വഹിച്ചുകൊണ്ട് ആ പ്രളയാർണവത്തിൽ ആദിശേഷനാകുന്ന ഉത്കൃഷ്ട ശയ്യയിൽ ശയിക്കുന്ന പരമപുരുഷൻ അങ്ങാകുന്നു. അപ്പോൾ അങ്ങയുടെ ജ്ഞാനാനന്ദമയമായിരിക്കുന്ന ആ സ്വരൂപത്തെ ജനലോകാധിസ്ഥാനങ്ങളിൽ വസിക്കുന്ന സനകാദികളാകുന്ന സിദ്ധന്മാർ ഹൃദയകമലത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനായിട്ട് മുമ്പാകെ പ്രത്യക്ഷനായിരിക്കുന്നതും പാദാശ്രിതന്മാരായ ഞങ്ങളെ രക്ഷിക്കുന്നതും ആ അങ്ങുതന്നെയാകുന്നു. ഏതുകാലത്തും ഞങ്ങളെ രക്ഷിക്കുന്നതിനുള്ള കാരുണ്യവാരിധിയായ അങ്ങയോട് പ്രാർത്ഥിക്കേണ്ടതൊന്നുമില്ല. പ്രാർത്ഥന കൂടാതെ തന്നെ രക്ഷിക്കുന്നത് അങ്ങയുടെ സ്വഭാവമാകുന്നു. ഗന്ധർവ ഊജുഹു അശാംശാസ്തേ ദേവമരീച്യാദയയേദേ ബ്രഹ്മേന്ദ്രാദ്യാ ദേവഗണ രുദ്രപുരോഗാഃ ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭ്രുമം തസ്മൈ നിത്യം നാദ നമസ്തേ കരവാമ. ഗന്ധർവന്മാർ സ്തുതിക്കുന്നു. സൃഷ്ടിയാദി വ്യാപാരങ്ങളെ കൊണ്ട് കളിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ഭഗവൻ
മരീചി മുതലായ പ്രജാപതികളും അവരുടെ ജനകനായ ബ്രഹ്മാവും ദേവാധിപനായ ഇന്ദ്രനും ശ്രീരുദ്രൻ മുതലായ മുഖ്യന്മാരോടുകൂടിയ ദേവഗണങ്ങളും അങ്ങയുടെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവരാകുന്നു. അതിനാൽ അവരിൽ എല്ലാ പേരിലും വെച്ച് അങ്ങു തന്നെ ഉത്തമൻ. ഈ ലോകം അങ്ങയുടെ കളിക്കോപ്പിന് സദൃശ്യമായ ഒരു സാധനമാകുന്നു. അവിടുത്തെ ഇഷ്ടം പോലെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്നു. ഹേ സ്വാമിൻ, അപ്രകാരമിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ത്വന്മായയാർത്ഥമഭിവദ്യ കളേവരേസ്മിൻ കൃത്വാ മമാഹമിതി ദുർമതിരുത്പദേ സ്വൈഹി ക്ഷിപ്തോപ്യസദ്വിഷയലാലസ ആത്മമോഹം യുഷ്മത്കഥാമൃതനിഷേവക ഉദ്യുതസ്യേത്. വിദ്യാധരന്മാർ സ്തുതിക്കുന്നു. അങ്ങയെ ഭജിപ്പാനും അതുകൊണ്ട് തന്നെ പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുവാനും സമർത്ഥമായിരിക്കുന്ന ജന്മം ലഭിച്ചിട്ടും കൂടെ അങ്ങയുടെ മായാവേശത്താൽ ജനങ്ങൾ മോഹിക്കപ്പെട്ടവരായിട്ട് പുരുഷാർത്ഥത്തെ പ്രാപിക്കാതെ ജന്മത്തെ വ്യർത്ഥമായി നശിപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ മായാമോഹിതന്മാരായതുകൊണ്ട് ഈ ശരീരത്തിൽ ഞാനെന്നും പുത്രകളത്രാദി ശരീരങ്ങളിൽ എൻ്റേതെന്നുമുള്ള ഭാവം അവരെ സ്വാധീനിക്കുന്നതിനാൽ മര്യാദ തെറ്റി നടക്കുന്ന ആ പുത്രാദികൾ നിമിത്തവും ശരീരാഭിമാനം നിമിത്തവും അവമാനത്തിൽ അകപ്പെടേണ്ടി വരുന്നു. എന്നാലും അസത്തുക്കളായ ശബ്ദാദി തുച്ഛ സുഖങ്ങളെ ആഗ്രഹിച്ച് അസത് വ്യാപാരങ്ങളെ തന്നെ പിന്നെയും ചെയ്യുന്നു. യാതൊരുവൻ അങ്ങയുടെ കഥയാകുന്ന അമൃതത്തെ നിരന്തരം സേവിക്കുന്നുവോ അവൻ മാത്രം ആത്മമോഹത്തിൽ നിന്ന് മുക്തനായി ഭവിക്കുന്നു. എത്ര തന്നെ വിദ്വാനായിരുന്നാലും അങ്ങയിൽ ഭക്തി ജനിച്ചാലല്ലാതെ മായാബാധ അകലുന്നതല്ല. അതിനാൽ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. ബ്രാഹ്മണ ഊജുഹു. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹുദാശയസ്വയം ത്വം ഹി മന്ത്രസമിദ്ധർഭപാത്രാണി ച ത്വം സദസ്യർത്തിജോ ദമ്പതി ദേവത അഗ്നിഹോത്രം സ്വദാ സോമ ആജ്യം പശുഃ. ബ്രാഹ്മണർ സ്തുതിക്കുന്നു. യാഗവും ഹവിസ്സും അഗ്നിയും മന്ത്രവും സമിത്തുക്കളും കുശങ്ങളും പാത്രങ്ങളും സദസ്യന്മാരും ഋത്തുക്കുകളും യജമാനനും യജമാനൻ്റെ പത്നിയും ആരാധിപ്പാൻ യോഗ്യയായ ദേവതയും അഗ്നിഹോത്രവും പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന സ്വതയും സോമലതയും ആജ്യവും ഹോമിക്കുവാനുള്ള പശുവും അങ്ങാകുന്നു. ത്വം പുരാഗാം രസായ മഹാസൂകരോ ദംഷ്ട്രയാ പത്മിനീം വാരണേന്ദ്രോ യഥാ സ്തൂയമാനോ നഖം ലീലയാ യോഗിഭിർ വ്യുജഹർത്തത്രയീഗാത്ര യത്നക്രതുഃ. വേദം തന്നെ സ്വരൂപത്തെ സ്വീകരിച്ച് അവതരിച്ച ഭഗവൻ യൂപത്തോടുകൂടിയതായ ക്രതുവും യൂപമില്ലാതെ നടത്തുന്ന കർമ്മമായ യത്നവുമായിരിക്കുന്നത് അങ്ങ് തന്നെയാകുന്നു. അപ്രകാരം ഇരിക്കുന്ന അങ്ങ് പണ്ട് മഹാസൂകരമൂർത്തിയായിട്ട് അവതരിച്ചു. സനകാദികളായ മഹായോഗികൾ ആ അവതാരത്തിൻ്റെ മഹിമയെ അറിഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കെ മത്തഗജം നദിയിലേക്ക് ഇറങ്ങി താമരവല്ലിയെ കൊമ്പിൽ ചുറ്റി മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ അങ്ങ് ഭൂമിയെ രസാതലത്തിൽ നിന്ന് ദംഷ്ട്രാഗ്രത്തിൽ വഹിച്ചും കൊണ്ട് മേൽപോട്ടേക്ക് വന്നു. സപ്രസീദത്വം അസ്മാകമാകാംക്ഷതാം ദർശനം ദേ പരിഭ്രഷ്ട സത്കർമ്മണാം കീർത്യമാനേ നിർഭൃന്നാംനി യത്നേശതേ യത്നവിഘ്നാക്ഷയം യാന്തി തസ്മൈ നമഃ. യാഗാദി സൽക്കർമ്മങ്ങളുടെ ബലദാതാവായ ഹേ ഭഗവൻ, ഈ സദസ്സിൽ ഞങ്ങൾ പ്രവേശിച്ചതുകൊണ്ട് ഞങ്ങളുടെ പുണ്യകർമ്മങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു. ആ ദോഷനിവൃത്തിക്ക് വേണ്ടി അങ്ങയുടെ ദർശനത്തെ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ നേരെ അങ്ങ് പ്രസാദിക്കണമേ. അങ്ങയുടെ ദർശനത്താൽ ഞങ്ങളുടെ സകല ദോഷങ്ങളും തീർന്നു ഞങ്ങൾ പരിശുദ്ധന്മാരാകാതെ ഇരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യത്നേശ്വരനായ അങ്ങയുടെ തിരുനാമങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കീർത്തിക്കുന്നതുകൊണ്ട് അവർ നടത്തുന്ന യാഗാദികർമ്മങ്ങളിൽ സംഭവിക്കാവുന്ന സകല ദോഷങ്ങളും നശിക്കുന്നുവല്ലോ. അത്ര മാഹാത്മ്യമുള്ള അങ്ങയുടെ ദർശനം സിദ്ധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധി വന്നുവെന്ന് പറയണമോ? മൈത്രേയ ഉവാച. ഇതി ദക്ഷകവിര്യത്നം ഭദ്രരുദ്രാവമർച്ചിതം കീർത്യമാനേ ഋഷികേശേ സംനിന്യേ യത്നഭാവനേ. മൈത്രേയർ പറഞ്ഞു, ഹേ ഭദ്ര വിതുര, യാഗാദി സൽക്കർമ്മങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന സർവാന്തര്യാമിയായ ഭഗവാനെക്കുറിച്ച് അവിടെയുള്ളവരെല്ലാവരും മുകളിൽ വിവരിച്ചതുപോലെ സ്തോത്രം ചെയ്തതിനെ കേട്ടതുകൊണ്ടും സ്വയമേവ സ്തോത്രം ചെയ്തതുകൊണ്ടും പരിശുദ്ധാന്തകരണനായ ദക്ഷപ്രജാപതി വീരഭദ്രനാൽ നശിപ്പിക്കപ്പെട്ടതായ യാഗത്തെ രണ്ടാമതു നടത്തി. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗഭുഗ് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രിയമാണ് ഇവാനക. എല്ലാ ദേവന്മാരിലും ആത്മാവായിരിക്കുന്നത് ശ്രീ മഹാവിഷ്ണുവാകയാൽ എല്ലാവരുടെ ഭാഗത്തെയും ഭക്ഷിക്കുന്നവനാകുന്നുവെങ്കിലും തനിക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തൃകപാല ഭാഗത്താൽ പ്രത്യേകം പ്രീതിയെ പ്രാപിച്ചവനെന്നുള്ള ഭാവത്തിൽ
ഹേ ദക്ഷ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഹേ പാപരഹിതനായ വിതുര ദക്ഷനോട് ഈ വിധം സംഭാഷണം ചെയ്തു. ശ്രീ ഭഗവാനുവാച അഹം ബ്രഹ്മാജ സർവശ്ച ജഗത കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃഗവിശേഷണഃ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, സകല ഭൂതങ്ങളിലും അന്തര്യാമിയായിട്ടും ഈശ്വരനായിട്ടും സാക്ഷിയായിട്ടും അന്യാപേക്ഷ കൂടാതെ പ്രവേശിക്കുന്നവനായിട്ടും ഇരിക്കുന്ന ഞാൻ തന്നെ ബ്രഹ്മാവും ശിവനും ലോകത്തിൻ്റെ പരമകാരണവുമായിട്ടിരിക്കുന്നവൻ. ഞങ്ങൾക്കു തമ്മിൽ അല്പവും ഭേദമില്ല. ഒന്നിനോടും സംബന്ധിക്കാതെ സ്വയമേവ എന്നെന്നും നിലനിൽക്കുന്ന ഞാൻ എല്ലാമായിട്ടിരിക്കുന്നു എന്ന് സാരം. ആത്മമായാം സമാവിശ്യ സോഹം ഗുണമയീം ദ്വിജ സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദദ്രേ സംജ്ഞാം ക്രിയോജിതാം. എന്നെ ആശ്രയിച്ചിരിക്കുന്നതും ഗുണങ്ങളുടെ സ്വരൂപത്തോടു കൂടിയതുമായ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് ഞാൻ തന്നെ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. ആ പ്രവൃത്തികൾ നടത്തുവാൻ ഉപകരിക്കുന്ന ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്നു. പ്രവൃത്തിയെ അനുസരിച്ച് തന്നെ നാമഭേദത്തെയും അംഗീകരിച്ചിരിക്കുന്നു. രജോ ഗുണത്തെ സ്വീകരിച്ചിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നതിനാൽ ബ്രഹ്മാവെന്നും സത്വഗുണത്തെ ആശ്രയിച്ച് സംരക്ഷിക്കുന്നതിനാൽ വിഷ്ണുവെന്നും തമോ ഗുണത്തെ അംഗീകരിച്ച് സംഹരിക്കുന്നതിനാൽ ഹരനെന്നും സംജ്ഞയെ ധരിക്കുന്നു. വസ്തുഭേദമില്ല, രൂപഭേദം മാത്രമേയുള്ളൂ. രൂപഭേദത്തെ സൂചിപ്പിക്കുവാൻ നാമഭേദങ്ങളും. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗജഭൂതാനി ഭേദേനാത്മോനുപശ്യതി. ബ്രഹ്മം പരമാർത്ഥത്തിൽ അദ്വിതീയവും സർവസംഗരഹിതവും സർവസാക്ഷിയുമാകുന്നു. ആ കേവല ബ്രഹ്മം തന്നെ ഞാൻ. അപ്രകാരമിരിക്കുന്ന എൻ്റെ കേവലമായ ആവേശം നിമിത്തം അറിയുവാൻ അശക്തനായിരിക്കുന്നവൻ ബ്രഹ്മാവ് വേറെ, ശിവൻ വേറെ, വിഷ്ണു വേറെ, ഭൂതങ്ങൾ വേറെ എന്നിങ്ങനെ ഓരോന്നിനെയും ഒന്നിനോടൊന്ന് സംബന്ധമില്ലാതിരിക്കുന്ന ഭിന്ന ഭിന്ന വസ്തുക്കളെന്ന് ധരിക്കുന്നു. അജ്ഞാനം തന്നെ ഭേദദർശനത്തിന് കാരണം. യഥാ പുമാന്ന സ്വാംഗേഷു ശിരപ്രാണ്യാദിഷു ക്വചിത് പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പരഃ. എന്നെ സർവാത്മന ഭജിക്കുന്ന വിദ്വാനാകട്ടെ ഭേദബുദ്ധിയെ അവലംബിക്കുന്നില്ലെന്ന് ദൃഷ്ടാന്തപൂർവം ബോധിപ്പിക്കുന്നു. ഏതൊരു പുരുഷനും തൻ്റെ ശിരസ്സ്, കൈകാലുകൾ മുതലായ അവയവങ്ങൾ അന്യരെ സംബന്ധിച്ചതാണെന്ന് ഏതൊരു കാലത്തും ഏതൊരുവിധം വിചാരിക്കില്ലയോ, അതുപോലെ തന്നെ എന്നെ സർവദാ ഭജിക്കുന്നവൻ സകല ഭൂതങ്ങളിലും ഏകാത്മഭാവത്തെ മാത്രമല്ലാതെ ഭേദത്തെ കാണുന്നില്ല. ത്രയാണാമേകഭാവാനാം യോന പശ്യതി വൈവിധാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സശാന്തിമധിഗച്ഛതി. വാസ്തവത്തിൽ ഏകഭാവം ആരിലിരിക്കുന്നുവോ അപ്രകാരമിരിക്കുന്നവരാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എന്നുവേണ്ട സർവഭൂതങ്ങളും. എന്നു കാണുവാനുള്ള ശക്തി ആർക്കു സിദ്ധിച്ചിരിക്കുന്നുവോ അവർ ശാന്തസ്വരൂപനായ എന്നെ പ്രാപിക്കുന്നു. ഈ ദർശനത്തിനുള്ള യോഗ്യത സിദ്ധിച്ചവർ തന്നെ ബ്രാഹ്മണർ. ഹേ ബ്രഹ്മപുത്രനായ ദക്ഷ, അങ്ങേക്ക് ഈ വിധം ദർശിപ്പാനുള്ള യോഗ്യത ജന്മസിദ്ധമായിരിക്കെ ഭേദഭാവന ഉണ്ടായത് എങ്ങനെയെന്നുള്ള ആശ്ചര്യം സൂചിപ്പിക്കുന്നു. മൈത്രേയോ ഉവാച ഏവം ഭഗവദാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ ക്രതുനാ സ്വേന ദേവാനുഭയതോ യജത് രുദ്രം ജസ്വേന ഭാഗേന ഹ്യുപാദാവത് സമാഹിതഃ. മൈത്രേയർ പറഞ്ഞു, അഭേദമായിട്ട് സർവത്തെയും ദർശിക്കണം എന്ന് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ദക്ഷൻ തൃകപാലേഷ്ടി കൊണ്ട് ശ്രീഹരിയെ പൂജിച്ച് ശുദ്ധി വരുത്തിയ ശേഷം മുമ്പ് ആരംഭിച്ചു മുടങ്ങിയ യാഗത്തെ സാങ്കോപാംഗങ്ങളോടുകൂടെ നിവർത്തിച്ച് ദേവന്മാരെ സംതൃപ്തന്മാരാക്കി ശ്രീരുദ്രനെയും സ്വഭാഗ സമർപ്പണത്താൽ ഭക്തിപൂർവം സേവിച്ചു. കർമ്മണോദവസാനേന സോമപാനിതരാനവി ഉദവസ്യ സഹ ഋത്വിഗ്ഭി സസ്നാവമൃതം തതഃ. സമാപ്തിയിൽ ആചരിക്കേണ്ടതായ കർമ്മം നടത്തി ദേവന്മാരല്ലാത്തവർക്കും കൂടി യാഗാമൃതമായ സോമരസം പാനം ചെയ്യുവാൻ കൊടുത്തു. ഋത്വിക്കുകൾ യജമാനനെ കൊണ്ട് കർമ്മസമാപ്തി വരുത്തിച്ചു. ദീക്ഷയുടെ അവസാനത്തിൽ നടത്തുന്നതായ അവഭൃത സ്നാനം കഴിച്ചു. തസ്മാ അപ്യനുഭാവേന സ്വേനൈവാപ്തരാദസേ ധർമ്മയേവ മതീം ദത്വാ ത്രിദശാസ്തേ ദിവം യയുഹു. ശ്രീനാരായണനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാനിൽ നിന്നു തന്നെ വേണ്ടുന്ന ശ്രേയസ്സിനെ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്ന ആ ദക്ഷ പ്രജാപതിക്ക് ദേവന്മാർ ധർമ്മത്തിൽ തന്നെ ബുദ്ധി നിൽക്കട്ടെ എന്നുള്ള അനുഗ്രഹരൂപമായ വരം നൽകിയിട്ട് സ്വർഗലോകത്തെ പ്രാപിച്ചു. ഏവം ദാക്ഷായണീ ഹിത്വാ സതീ പൂർവകളേവരം ജജ്ഞേ ഹിമവദക്ഷേത്രേ മേനായാമി ദിശുശ്രുമഃ. ദക്ഷപുത്രിയായ സതീദേവി
മേൽ വിവരിച്ച കാരണത്താൽ ആ ശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ച ശേഷം ഹിമവാൻ എന്ന സുപ്രസിദ്ധനായ തമേവ ദൈദംഭൂയ ആവൃങ്ക്തേ പതിമംബിക അനന്യഭാവൈകഗതിം ശക്തി സുപ്തേവ പൂരുഷം. മേനാദേവിയുടെ പുത്രിയായി അവതരിച്ച ലോകജനനിയായ പാർവതി പൂർവ്വദേഹത്യാഗത്തിൽ യാതൊരു ദേവനെ അന്യചിന്ത കൂടാതെ ധ്യാനിച്ചിരുന്നുവോ, ഏകാന്ത ഭക്തന്മാരുടെ ആശ്രയമായിരിക്കുന്ന ആ പൂർവ്വ ഭർത്താവായ ശ്രീ ശിവനെ തന്നെ പ്രളയകാലത്തിൽ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നതുപോലെ ഭർത്താവായിട്ട് പ്രാപിച്ചു. സുപ്തനായ പുരുഷനിൽ ലയിച്ചിരുന്ന ശക്തി ഉണർന്ന സമയത്തിൽ ആ പുരുഷനെ ആശ്രയിക്കുന്നതുപോലെ എന്നും ആവാം. ഏതദ് ഭഗവത ശംഭോ കർമ്മദക്ഷാദ്വരദ്രുഹഃ ശ്രുതം ഭാഗവതാചിഷ്യാദ് ഉദ്ധവാത്മൈ ബൃഹസ്പതേഹേ. ദക്ഷൻ്റെ യാഗഭംഗം ചെയ്ത ശ്രീ ശിവൻ്റെ പരാക്രമത്തെ സൂചിപ്പിക്കുന്ന ഈ കഥ ബൃഹസ്പതി ശിഷ്യനും ശ്രീകൃഷ്ണ ഭക്തനുമായ ഉദ്ധവരിൽ നിന്ന് ഞാൻ ശ്രവിച്ചു. കഥയുടെ പാരമ്പര്യത്തെ പറയുന്നത് കേൾക്കുന്നവരുടെ വിശ്വാസദാർഢ്യത്തിനു വേണ്ടിയിട്ടാകുന്നു. ഇദം പവിത്രം പരമീശചേഷ്ടിതം യശസ്യമായുഷ്യം അഗൗഗമർഷണം യോ നിത്യദാകർണ്യ നരോനുകീർത്തയേ ദുനോത്യകം കൗരവ ഭക്തിഭാവദഃ. ശ്രീ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പരാക്രമത്തെയും അനുഗ്രഹ സ്വഭാവത്തെയും വിവരിക്കുന്ന ഈ കഥ അന്ധകരണ പരിശുദ്ധിയെ ജനിപ്പിക്കുന്നതും കീർത്തിയെയും ആയുസ്സിനെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതുമാകുന്നു. യാതൊരു മനുഷ്യർ ഇതിനെ നിരന്തരം കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നുവോ അവന് ഈശ്വരനിൽ പരമപ്രേമലക്ഷണയായ ഭക്തി ജനിക്കും. അതുനിമിത്തം പൂർവജന്മത്തിന് കാരണമായ കർമ്മം നശിക്കും. ഇങ്ങനെ ഈ കഥാശ്രവണ കീർത്തനം സംസാരബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ കാരണമായി ഭവിക്കും. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.